ഇനി നമുക്കൊരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇത് സ്പെഷ്യലായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. ഇതൊരു ട്രിപ്പിൾ ലെയർ പുഡിംഗ് ആണ്. ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് ഇളനീർ പുഡിംഗ് ആണ്. അതിൽ ഒരു സെക്കൻഡ് ലെയർ തേങ്ങയുടെ ഒരു മിക്സും തേർഡ് ലെയർ ആയിട്ട് വിപ്പിംഗ് ക്രീമും ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ ചേർത്താൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും ചേർത്താൽ മാത്രം മതി. ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് അതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം തിളക്കാൻ അനുവദിക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ട പാൽ മിക്സ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം തന്നെ ചേർത്തൊന്ന് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിതൊന്ന് നല്ലവണ്ണം മെൽറ്റാവാൻ അനുവദിക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ അത്യാവശ്യം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് 2 ഇളനീർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളായി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്ത ഇളനീരിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പുഡിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. നല്ലവണ്ണം സെറ്റാവാൻ അനുവദിക്കാം. ഇതുപോലുള്ള 2 പാത്രത്തിൽ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയുടെ നിറം അല്പം ഒന്ന് മാറിയാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് പുഡിങ്ങിന് വേണ്ടിയുള്ള തേർഡ് ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിത് പുറത്തെടുക്കാം. നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിലോട്ടായി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം.
തേങ്ങാ മിക്സ് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേർഡ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇത് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് വെച്ചൊന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് സ്വാൾ ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ലെയർ പുഡിങ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂറൊന്ന് തണുപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.